എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അതായത് തേർഡ് പ്രൊഫഷണൽ അലോട്ട്മെൻ്റ് ആണ്, താൽക്കാലിക അലോട്ട്മെൻ്റ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ന് 12 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഈ താൽക്കാലിക അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു തേർഡ് ഫേസ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ അതായത് വേക്കൻസി സീറ്റ് ഫില്ലിംഗ് ആണ് ഫുള്ളായിട്ടുള്ളത്. അതുപോലെ തന്നെ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ബിഫാം അതുപോലെ തന്നെ ആർക്കിടെക്ചർ എന്നിങ്ങനെയുള്ള ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രൊഫഷണൽ അലോട്ട്മെൻ്റ് ആണ്. ഇതിനുശേഷം മെയിൻ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 3ാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഈ ഒരു തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് അറിയാവുന്നതാണ്. എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷൻ ഈ വർഷം നടത്തുന്ന ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആണ് ഇത്. എന്നാൽ ഫാർമസിയിൽ ഇനിയും അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു താൽക്കാലികമല്ല എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള ലാസ്റ്റ് അലോട്ട്മെൻ്റ് എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. 2ാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിരുന്നു. നിശ്ചിത സമയത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയവരുടെ ഓപ്ഷനുകൾ പരിഗണിച്ചാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് സംബന്ധിച്ച് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ce.info.ce@kerala.gov.in എന്ന ഇമെയിൽ മുഖാന്തരം 5ാം തീയതി പകൽ 12 മണിക്കുള്ളിൽ നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. 3ാം ഘട്ട ഫൈനൽ അലോട്ട്മെൻറ്റും വിശദ വിജ്ഞാപനവും ഈ ഒരു 5ാം തീയതി പ്രസിദ്ധീകരിക്കും. അത് ഇന്ന് രാത്രിയോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇവിടെയുള്ള നിങ്ങളുടെ ഏത് റിസൾട്ടാണ് അറിയേണ്ടത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു PDF ഡൗൺലോഡ് ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയാണ്. അതുപോലെ തന്നെ മറ്റ് കാറ്റഗറിയുടേത് ആ ഒരു SM അല്ലാതെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ടൈപ്പ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിത് പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.